ആ ഹോട്ടലിൽ തന്നെയാണ് 2 പെൺകുട്ടികൾക്കും റൂം ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാണോ? അതെ, SP സാറ് പറഞ്ഞിട്ട് സ്വാമിനാഥനാണ് എല്ലാം ഏർപ്പാടാക്കിയത്. ആ റൂമിൽ താമസിക്കുന്നവരെ ക്ഷേത്രത്തിലെത്തിക്കാൻ ഒരു ടാക്സിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിഥുൻ പറഞ്ഞതുപോലെ മീഡിയ അറിയാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ മീഡിയ ഇതൊക്കെ അറിയുമല്ലോ. മിക്കവാറും ക്ഷേത്രത്തിൽ തന്നെ വിവരം ചോരും. അത് ഞാൻ മാനേജ് ചെയ്തോളാം. തൽക്കാലം ഇതൊന്നും ചൈത്ര അറിയാതെ സുധീഷ് ശ്രദ്ധിക്കണം. താൻ ആര്യന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലും കൂറ് ചൈത്രയോടാണെന്ന് എനിക്കറിയാം. പക്ഷേ അവരെക്കാളൊക്കെ അടുപ്പം നമ്മൾ തമ്മിലാണല്ലോ. കോളേജ് കാലം മുതൽ നമ്മൾ ചങ്സല്ലേ. മിഥുൻ വഴിയല്ലേ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയത് പോലും. ആ ഓർമ്മയുണ്ടായാൽ മതി. ചെല്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്ക് ഈ നൈറ്റ് അത്ര ഗുഡല്ല. നിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി ഞാനത് ചൈത്രയെ അറിയിക്കും. താനിതുവരെ വീട്ടിൽ പോയില്ലേ? പോവാൻ തുടങ്ങായിരുന്നു. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. ആ പെണ്ണും ചേച്ചിയും നാളെ ഹോട്ടലിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്താൻ പാടില്ല. ഹോട്ടലിൽ വെച്ചോ റോഡിൽ വെച്ചോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. 2 പെൺകുട്ടികളും തീർന്നിരിക്കണം. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിലായിരിക്കണം. കീർത്തിയെ ശില്പയെ അപകടപ്പെടുത്താനാണ് ഇതിന്റെ ഉദ്ദേശം. അത് സംഭവിക്കാൻ പാടില്ല. ശില്പയ്ക്ക് അളിയനൊരു പുതിയ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ. ആ നമ്പറിൽ വിളിച്ച് മിഥുനാണ് ശത്രു എന്ന് പറയാതെ സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് കൊടുത്താലോ? സമയം ഒരുപാട് വൈകി. രാവിലെ വിളിക്കാം. മോളെ കീർത്തി, മോളെ എഴുന്നേക്ക്. കീർത്തി, ഞാൻ ബോധമല്ലാതെ ഉറങ്ങിപ്പോയി. കുറെ നാളുകൾക്ക് ശേഷം ആരെയും പേടിക്കാത്തൊരു രാത്രി എന്റെ ലൈഫിലുണ്ടായത്. ചേച്ചി അടുത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തില് ശരിക്കും ഉറങ്ങി. ഇനി അങ്ങോട്ട് നിന്റെ ചേച്ചി കൂടെ ഉണ്ടാവില്ലല്ലോ. നിനക്ക് പറ്റിയ ചതിയെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും തൽക്കാലം ഒന്നും പറയണ്ട. മിഥുനും നീയും തമ്മിൽ സ്നേഹത്തിലായതുകൊണ്ട് കല്യാണം നടത്തുകയാണെന്നേ ഞാൻ അവരോട് പറയൂ. അതനുസരിച്ച് നീയും പെരുമാറണം. അല്ലെങ്കിൽ അമ്മ ഒരുപാട് വിഷമിക്കും. അച്ഛനും അമ്മയും വരാറായോ? ഞാൻ വിളിച്ചു നോക്കാം. നീ പോയി കുളിക്ക.